നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ രേവതി നക്ഷത്രമാണോ? അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ രേവതി നക്ഷത്രമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഏറ്റവും അധികം വേദനകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ അനുഭവിച്ച ഒരു നക്ഷത്രമാണ് രേവതി. ഒരുപാട് തടസ്സങ്ങൾ അനുഭവിച്ചു ഇതിനകം. ഒത്തിരി പ്രയാസങ്ങൾ ഇവരുടെ ഉള്ളിൽ പേറി നടക്കുന്നു. എന്നാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളുമൊക്കെ മാറി രേവതി നക്ഷത്ര ജാതകർക്ക് വരുന്ന 3.5 വർഷക്കാലം ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് കടക്കുന്നത്. രേവതി നക്ഷത്ര ജാതകർക്ക് ബുധൻ, ഗുരു എന്നീ 2 ഗ്രഹങ്ങളുടെ പ്രഭാവം ഉള്ളതായി കാണുന്നു. വിദ്യയും ബുദ്ധിയും സംസാര ചാതുര്യവും വിവരവും വിവേകവും സമ്പത്തും ഇവർക്കുണ്ടായിരിക്കും. അങ്ങനെ ഒരു നല്ല കാലത്തിലേക്കാണ് രേവതി നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. ഇവർക്ക് ധാരാളം സമ്പാദിക്കാൻ കഴിയും. ഇവർക്ക് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഇല്ലാതെ ഒരു 3.5 വർഷക്കാലം ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാജയോഗത്തിൻ്റെ സമയമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതാണ് രേവതി നക്ഷത്ര ജാതകർ. 2025 നവംബർ മുതൽ ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ ഈ നക്ഷത്ര ജാതകർ അനുഭവിക്കുകയാണ്. ഇവരിൽ പലരും വിദേശത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിദേശത്ത് ജോലി പോകുന്ന ഒരു അവസ്ഥ വരെ ഇവർക്കുണ്ടായിട്ടുണ്ട്. കൂടെ നിന്നവരൊക്കെയും ഇവരെ അകറ്റി നിർത്തിയ സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഒരുപാട് വേദനിച്ചവരാണിവർ, ഒരുപാട് സങ്കടപ്പെട്ടവരാണ് ഇവർ. ആ രേവതി നക്ഷത്ര ജാതകരുടെ നല്ല സമയത്തെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. നമുക്കറിയാം രേവതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ആദ്യം. അതിനുശേഷം അവരുടെ ഭാഗ്യത്തെക്കുറിച്ചും അവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും നമുക്കറിയാം. സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരും സുമുഖന്മാരും നല്ല രീതിയിലുള്ള ആരോഗ്യത്തോടു കൂടിയുള്ളവരും നല്ല ഓർമ്മശക്തിയുള്ളവരും സൽസ്വഭാവികളുമായിരിക്കും രേവതി നക്ഷത്ര ജാതകർ. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. ഏതു കാര്യത്തിൽ ഏർപ്പെട്ടാലും വളരെ ഭംഗിയായി പൂർത്തിയാക്കുക എന്നത് ഇവരുടെ ജന്മസിദ്ധമായ കഴിവാണ്. ആന്തരികമായി ധൈര്യശാലികളാണെങ്കിലും അത് പുറമേ പ്രകടമാക്കാറില്ല. അടുക്കം ചിട്ടയും ശുചിത്വവും വളരെ നിർബന്ധമുള്ളവരാണ് രേവതി നക്ഷത്ര ജാതകർ. ചതിവ്, വഞ്ചന, ലവലേശം തൊട്ടു തീണ്ടിയിട്ടില്ല ഇവർക്ക്. ഇവർ അത്തരം മോശപ്രവൃത്തികളിലൊന്നും ഏർപ്പെടാറില്ല. അതിനുള്ള താല്പര്യവും അവർക്കില്ല. ഒരു പരിധി വിട്ട് ആരെയും വകവച്ചു കൊടുക്കാറില്ല. സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കൂട്ടരുടെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്തുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കാൻ താല്പര്യമുള്ളവരാണ്. സഹനശക്തി വളരെ കുറവായിരിക്കും. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവരാണ്. സ്വന്തം മനസ്സാക്ഷിക്ക് തോന്നുന്ന രീതിയിൽ മാത്രമേ ഇവർ പ്രവർത്തിക്കാറുള്ളൂ. ചഞ്ചലചിത്തരും സത്സ്വഭാവികളും ഈശ്വരവിശ്വാസികളുമായിരിക്കും ഇവർ. ഒരുപാട് വഞ്ചനകൾ ഇവർക്കുണ്ടായിട്ടുണ്ട്. ഇവർ ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് ചതി സംഭവിച്ചിട്ടുണ്ട്. ആരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ അവിടുന്നൊക്കെ തിരിച്ചടികൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. സ്വന്തം മനസാക്ഷിയിൽ തോന്നുന്ന രീതിയിൽ മാത്രമേ ഇവർ പ്രവർത്തിക്കാറുള്ളൂ. ചഞ്ചലചിത്തരായിരിക്കും. കലാവാസനയുള്ളവരും ശാസ്ത്രത്തിലും ഗവേഷണത്തിലും താല്പര്യമുള്ളവരായിരിക്കും. ക്ഷിപ്രകോപികളും സിദ്ധാന്തങ്ങളുടെ പേരിൽ പരിസരം നോക്കാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ചിന്തയും പ്രവൃത്തിയും ഒരുപോലെയായിരിക്കും. ലോലഹൃദയരും അടിയുറച്ച ദൈവവിശ്വാസികളാണെങ്കിലും പുറമേ പ്രകടിപ്പിക്കാറില്ല. പ്രകൃതി സ്നേഹികളും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ തയ്യാറുള്ളവരുമായിരിക്കും രേവതി നക്ഷത്ര ജാതകർ. നിങ്ങൾ രേവതി നക്ഷത്രമല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് എങ്കിൽ ശരിയാണ് എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. സാഹിത്യ, കലാ, സംഗീതാദികളിലും വൈദ്യശാസ്ത്രത്തിലോ ജ്യോതിഷത്തിലോ അറിവ് നേടാനുള്ള സാധ്യതയുണ്ട്.
ശുദ്ധഗതിക്കാരായ ഇവർക്ക് വ്യവസായ മേഖല നല്ലതല്ല. പിതൃഗുണവും സഹോദര ഗുണവും കുറവായിരിക്കും. സ്വന്തം നാടും വീടും വിട്ടുള്ള ജീവിതമായിരിക്കും ഇവരിൽ അധികം പേർക്കും ഉണ്ടാകുന്നത്. വിവാഹശേഷമായിരിക്കും ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിത ഉയർച്ച വന്നു ചേരുക. ഏതായാലും ഇവരുടെ ഉയർച്ചയുടെ സമയമാണിനി. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. സ്വന്തം പരിശ്രമം കൊണ്ടുള്ള വിജയവും ധനസമ്പാദനവുമായിരിക്കും കൂടുതൽ പേർക്കും ഉണ്ടാകുക. തീരുമാനമെടുക്കാനുള്ള താമസവും പെട്ടെന്ന് മടിയന്മാരാകുന്നതും ഇവരുടെ ഉയർച്ചയെ ബാധിക്കാറുണ്ട്. ഭക്ഷണത്തിലും ഉറക്കത്തിലും അതിയായ താൽപ്പര്യമുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. വൈവാഹിക ജീവിതം പൊതുവെ സംതൃപ്തമായിരിക്കും. മനസ്സിനിണങ്ങിയതും സൽസ്വഭാവികളും സാമർഥ്യമുള്ളതുമായ ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ട്. രേവതി നാളുകാരുടെ പ്രത്യേക സ്വഭാവങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ കഴിവുള്ള പത്നിമാരായതുകൊണ്ട് കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. കുലീനതയും ആഭിജാത്യവും മാന്യതയും പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളോട് കൂടിയവരായിരിക്കും. സന്തോഷത്തോടും സുഖകരമായും സമാധാനത്തോടു കൂടി ജീവിക്കുവാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും. മിതമായി പണം ചെലവഴിക്കുന്നവരും എപ്പോഴും എന്തെങ്കിലും ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നവരുമായിരിക്കും ഇവർ. ഇവരെ സംബന്ധിച്ച് ബാല്യകാലം ക്ലേശങ്ങൾ നിറഞ്ഞതുമായിരിക്കും. ഏതു ചുറ്റുപാടുമായും സഹകരിച്ചു പോകാനുള്ള കഴിവുണ്ടായിരിക്കും. ആരെയും അത്ര കണ്ട് വിശ്വസിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്തവരാണ്. പനി, പാദരോഗം, തലയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ദന്തരോഗം, നീരിളക്കം, കുടൽ രോഗം, ചെവിവേദന എന്നിവ ഉണ്ടാകാനിടയുണ്ട്. രേവതി നാളുകാരായ സ്ത്രീകൾ സൽസ്വഭാവികളും സൽക്കാരപ്രിയരും കഴിവുള്ളവരും വശ്യമായ സൗന്ദര്യത്തോടു കൂടിയവരും ആകർഷണീയമായ സംസാര ചാതുര്യത്തോടു കൂടിയുള്ളവരുമായിരിക്കും. ധർമ്മങ്ങളിൽ താൽപ്പര്യമുള്ളവരായിരിക്കും. അടിയുറച്ച ദൈവവിശ്വാസികളും നല്ല ഭർത്തൃഭാഗ്യമുള്ളവരും സത്സന്താന ഭാഗ്യമുള്ളവരുമായി കണ്ടുവരുന്നുണ്ട്. ബുധദശയിൽ ആരംഭിച്ച് കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി എന്നിങ്ങനെ ദശാകാലങ്ങൾ കടന്നു പോകുന്നു. ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. രാജാവിനെ പോലെ ജീവിക്കുമിവർ. രാജാവിന് സമമായി ജീവിക്കുമിവർ. കൊട്ടാരത്തിലെ റാണിയെപ്പോലെ വാഴുമിവർ. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത്. നിങ്ങളുടെ പൂർണ്ണമായ ഫലമറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇവർക്ക് 2025, 2026, 2027 കാലഘട്ടം സൗഭാഗ്യ സമ്പന്നതയിൽ ജീവിക്കാൻ ഇവർക്ക് കഴിയും. ഇനി ഭാഗ്യകാലമാണ്. ഇനി നേട്ടത്തിൻ്റെ കാലമാണ്. ഇനി ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. രേവതിയുടെ ഭാഗ്യകാലം ഇവിടെ ആരംഭിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.